കൊറോണയ്ക്ക് മുമ്പുള്ള വർഷങ്ങളിൽ, ഏകദേശം ഒരു 14 മുതലുള്ള വർഷങ്ങളിൽ കുട്ടികളെക്കുറിച്ചും യുവജനങ്ങളെക്കുറിച്ചൊക്കെയുള്ള ഒരു ചിന്ത എൻ്റെ മനസ്സിലേക്ക് വന്നത് എന്നെ വളരെയധികം ദുഃഖിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയും ചെയ്ത ചില കാര്യങ്ങളാണ്. അതായത് കൊറോണയ്ക്ക് തൊട്ട് മുമ്പുള്ള വർഷങ്ങളിൽ കുട്ടികൾ വെളുപ്പിന് 4 മണിക്കൊക്കെ എഴുന്നേറ്റ് ട്യൂഷന് പോവുകയും അവരുടെ ചിന്ത പഠിച്ചു കഴിഞ്ഞാൽ എന്തും നേടാം, എല്ലാം കിട്ടും, എല്ലാ വിജയങ്ങളും പഠനത്തിൽ മാത്രമാണ് കുടികൊള്ളുന്നതെന്നുള്ളൊരു ചിന്തയിൽ മുന്നോട്ട് പോകുന്ന കാലഘട്ടമായിരുന്നത്. അപ്പോൾ ഈ നേരം വെളുക്കുന്നതിന് മുമ്പ് ഈ കുട്ടികൾ 4 മണിക്കൊക്കെ എഴുന്നേറ്റ് ഈ ട്യൂഷനൊക്കെ പോകുന്നത് കാണുമ്പോൾ ഒരു മനസ്സിലെനിക്ക് ചിരി വരുമായിരുന്നു. കാരണം ഇവർക്കറിയത്തില്ലല്ലോ ഇത് ഇവർക്ക് കാര്യമായ പ്രയോജനം നൽകാൻ പോകുന്നില്ലെന്ന്. കാരണം ജീവിതം ഇനി വലിയൊരു അരക്ഷിതാവസ്ഥയിലേക്കാണ് പോകുന്നതെന്നുള്ള ഒരു കാഴ്ചയോ അറിവോ ഇല്ലാത്തതുകൊണ്ട് ഇവർ ഭയങ്കര പരാക്രമമാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ പഠിക്കണം, അത് നേടണം, മാർക്ക് കിട്ടണം, നല്ല ജോലി കിട്ടണം, നല്ല ഒരു ജീവിതം വേണം എന്നൊക്കെ പറഞ്ഞ ഒരു പരാക്രമം. ആ ഒരു പരാക്രമത്തിനിടയിൽ അവർ ദൈവത്തെയോ ദൈവീയ കാര്യങ്ങളെയോ പ്രാർത്ഥനയോ അങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചൊന്നും അവർ ചിന്തിക്കുകയോ അവർക്കതൊരു പ്രശ്നമേ അല്ല, അവർക്കതിൻ്റെ ആവശ്യമില്ല. അപ്പോൾ ഇതൊക്കെ കാണുമ്പോഴേ എനിക്ക് ഭയങ്കരധികം മനസ്സിൽ എനിക്ക് ചിരി വന്നിട്ടുണ്ട്. മറുവശത്ത് വളരെ ദുഃഖവും തോന്നിയിട്ടുണ്ട്. കാരണം ഇവരിനി അനുഭവിക്കാൻ പോകുന്ന ആ വലിയൊരു കഷ്ടത എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ അത് പല കാര്യങ്ങളുണ്ട്. ഒന്ന്, ഞാനൊക്കെ പഠിച്ചുകൊണ്ടിരുന്ന കാലത്ത് ഒരു കുട്ടിക്കാലം എന്ന് പറയാനുണ്ടായിരുന്നു. അമിതമായ പഠനഭാരമില്ല. പക്ഷേ ഈ ഇന്നത്തെ യുവജനങ്ങളെ സംബന്ധിച്ച് അവർക്കൊരു കുട്ടിക്കാലവുമില്ല, യുവജനകാലവുമില്ല, ഇനിയൊരു വാർദ്ധക്യ വയോജന കാലവുമില്ല, അവർക്കൊരു ജീവിതമെന്ന് പറയുന്ന ഒരു കാലമില്ല. ജീവിതത്തിൽ സന്തോഷത്തോടെ ഓർക്കാൻ പറ്റിയ ഒരു ജീവിത കാലഘട്ടവും അവർക്കില്ല. അപ്പോൾ അങ്ങനെയുള്ള ഒരു വലിയൊരു പ്രതിസന്ധി ഇവർക്ക് ഉണ്ടാകുമെന്ന് ഇവർക്കറിയത്തില്ലല്ലോ എന്നോർത്ത് എനിക്ക് വളരെ ദുഃഖം തോന്നി. പക്ഷേ എനിക്കറിയാവുന്ന അല്ലെങ്കിൽ എൻ്റെ മുമ്പിൽ വന്നിരുന്ന ചെറുപ്പക്കാരോട് അല്ലെങ്കിൽ യുവജനങ്ങളോട് ഞാൻ പ്രത്യേകിച്ച് പറയുമായിരുന്നു, നിങ്ങൾ എത്ര സമർത്ഥരാണെങ്കിലും എത്ര മിടുക്കരാണെങ്കിലും അതിന് കാര്യമായ പ്രസക്തിയില്ല. നിങ്ങൾ പ്രാർത്ഥിക്കുകയും ഈശോയോട് ചേർന്ന് നിൽക്കുകയും ചെയ്യുന്നില്ലെങ്കിൽ നിങ്ങൾ വളരെയധികം അലഞ്ഞു തിരിഞ്ഞ് നിങ്ങൾ നിരാശരായി മടങ്ങേണ്ടി വരുമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അന്ന് ഈ കൊറോണയ്ക്കൊക്കെ മുമ്പൊക്കെ ഈ പിള്ളേർക്ക് ഇത് കേൾക്കുമ്പോൾ തനിക്ക് എന്തോ കാര്യമായ പ്രശ്നമുണ്ട്, താൻ സൈക്കാട്രിസ്റ്റിനെ കാണണം, സൈക്കോളജിസ്റ്റിനെ കാണണം എന്നൊക്കെ പറഞ്ഞ് കളിയാക്കുമായിരുന്നു. പക്ഷേ അപ്പോഴും എനിക്ക് ഇത് കേൾക്കുമ്പോൾ ചിരി വരുമായിരുന്നു. കാരണം ഇവർക്കറിയത്തില്ലല്ലോ ഇനി വരാൻ പോകുന്നത് എന്താണെന്ന്. അപ്പോൾ അതിനുശേഷം ജീവിതത്തിൽ ഈ അന്ന് കുട്ടികളായിരുന്ന, അല്ലെങ്കിൽ ഇപ്പോൾ ഒരു 8 വർഷം മുമ്പ് കുട്ടികളായിരുന്ന അവരൊക്കെ ഇന്ന് ചിലരൊക്കെ എന്നെ കാണുമ്പോൾ പറയും, മടുത്തു, ഒരു പ്രതീക്ഷയുമില്ല, മുന്നോട്ട് പോകാൻ ഒരു മാർഗവും കാണുന്നില്ല, നല്ലൊരു ജോലിയില്ല, ഇനി എന്ത് ചെയ്യും, ഞങ്ങളുടെ ഭാവി ജീവിതം എങ്ങനെയാവും, ഞങ്ങൾക്കൊരു കുടുംബജീവിതം ഉണ്ടാകുമോ, അങ്ങനെയൊക്കെയുള്ള നീണ്ട ചോദ്യങ്ങളും ആകുലതകളും ഒക്കെ അവർ എൻ്റെ മുമ്പിൽ പങ്കുവെക്കാറുണ്ട്. അപ്പോൾ അവരോടൊക്കെ ഞാൻ എപ്പോഴും പറയാറുള്ള ഒരൊറ്റ കാര്യമേ ഉള്ളൂ, നിങ്ങൾ പ്രാർത്ഥിക്കുക, ഈശോയോട് ചേർന്ന് നിൽക്കുക, ഈശോ വേണ്ടത് ചെയ്തു തരും എന്നാണ് ഞാൻ പറയുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് ചെയ്തു തരുമെന്നല്ല, നിങ്ങൾക്ക് ആവശ്യമുള്ളത് ഈശോയ്ക്ക് തോന്നുന്നത് ഈശോ ചെയ്തു തരും എന്നാണ് ഞാൻ പറയുന്നത്. അതുകൊണ്ട് ഈ ഒരു വീഡിയോയിൽ ഞാൻ പറയുന്ന പ്രധാനപ്പെട്ട കാര്യം, യുവജനങ്ങളോട് പറയാനുള്ള പ്രധാന കാര്യം, വളരെ ദുരിതമാണ് നിങ്ങളുടെ ജീവിതം. നിങ്ങൾ മനുഷ്യരായി പിറന്നത് പോലും വളരെ കഷ്ടമായി പോയി എന്ന് നിങ്ങൾ ചിന്തിച്ചേക്കാം. പക്ഷേ നിങ്ങൾ ഈശോയിൽ അടിയുറച്ച് വിശ്വസിക്കുകയും ഈശോ പറയുന്ന പോലെ ജീവിക്കുകയും ഈശോയെ സ്നേഹിക്കുകയും ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇനിയും പ്രതീക്ഷയുണ്ട്. ഈശോ നിങ്ങളെ നയിക്കും. കാരണം അങ്ങനെ ഞാനിത് പറയാൻ കാരണം, ഞാൻ പറഞ്ഞ ശേഷം പ്രാർത്ഥനയിൽ അടിയുറച്ച് മുന്നോട്ട് നീങ്ങുന്ന ചെറുപ്പക്കാരെ സംബന്ധിച്ച് അവരുടെ ജീവിതത്തിൽ വലിയ പ്രതിസന്ധി ഒന്നുമില്ലാതെ അത്യാവശ്യം പിടിച്ചു നിൽക്കാനുള്ള എല്ലാവിധ വഴികളും ഈശോ അവർക്ക് തുറന്നു കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് യുവജനങ്ങൾ ശ്രദ്ധിക്കുക,
നിങ്ങൾ എത്ര സമർത്ഥരാണെങ്കിലും എത്ര കഴിവുള്ളവരാണെങ്കിലും അതൊന്നും ഫലദായകമാകാൻ സാധ്യതകൾ വളരെ കുറവാണ്. അതുകൊണ്ട് ഈശോയോട് ചേർന്ന് നിൽക്കുക, പ്രാർത്ഥിക്കുക, വിശുദ്ധിയിൽ ജീവിക്കുക.